ആ റോസ എല്ലാം കെളുത്ത് നിൽക്കുമായിരുന്നേ, അതെല്ലാം വെള്ളത്തിനകത്തായിരുന്നു കഴിഞ്ഞ ദിവസം വെച്ച്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലെ വെള്ളപ്പൊക്കം ഒന്ന് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഇന്ന് റിപ്പോർട്ടർ ചാനലിനകത്ത് വന്ന വാർത്ത നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ പരിസരം ഒന്ന് കാണിച്ചു തരാം. ാർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കോട്ടയം കുമരകം റോഡ് ഏറെക്കുറെ മുങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. പല ഇല്ലിക്കൽ അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന അറവുപുഴ ഭാഗത്താണ്. അറവുപുഴ ഭാഗത്ത് വലിയ തോതിലുള്ള വെള്ളം കുത്തി ഒലിച്ചു വരികയാണെന്നുള്ളത്. അതായത് ഒരു തോടിനൊക്കെ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ വെള്ളം കുത്തിയൊലിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. പുഴയിൽ നിന്ന് വെള്ളം കരയ്ക്ക് കയറുകയും വീടുകളിലേക്ക് അടക്കം കുത്തിയൊലിച്ചു വരികയാണ്. 2010 സമാനമായ രീതിയിലുള്ള വെള്ളപ്പൊക്കമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറഞ്ഞത്. ചേട്ടാ, വെള്ളം ഇന്നലെ രാത്രിയിട്ടാണോ ഇങ്ങനെ കയറി തുടങ്ങിയത്? ഇന്നലെ രാവിലെ മുട്ട് വെള്ളം കോരി തുടങ്ങിയതാണ്. മീനച്ചിലാറ് കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഈ കുഞ്ഞു ശരീരത്തിന് ഇത്ര സൗണ്ട് ഇവിടുന്ന ഇമ്പ്രൂ. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. വീടിൻ്റെ വാതിക്കെ അരയറ്റം വെള്ളമുണ്ട്. ഇതേവരെ വീടിനകത്ത് കയറിയിട്ടില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ വെള്ളമായി. നമ്മുടെ ചെടിയെല്ലാം ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്, ഇക്രു ആൻഡ് ഇമ്പ്രൂ. എന്നാ ഇമ്പ്രൂവേ എന്നാ എടുക്കുക? ഇക്രു അറിയത്തില്ല. അയ്യോ ഇത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റിയതാ. വെളുപ്പിനെ 1 മണിയായപ്പോൾ ഈ ടാങ്ക് മുങ്ങുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് മഴയത്ത് വെള്ളം വറ്റിച്ച് ടാങ്ക് ഇങ്ങോട്ട് കയറ്റി. ഇതിനകത്ത് ജയന്തി ഗോരാമിയൊക്കെ കിടക്കുന്നത്. ഇവരുടെ ഇപ്പോൾ 2 ദിവസമായിട്ട് വീടിൻ്റെ വാതിക്കലാണ് ഇരിക്കുന്നത്. ഇന്നാണ് നമ്മുടെ ഇക്രു ആൻഡ് ഇമ്പ്രൂ ടീമിനെ ഇങ്ങോട്ട് മാറ്റിയത്. ഇക്രു ഒക്കെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അവർ ഓർത്തത് അവർ ഫ്രീ ആയിട്ട് അഴിച്ചു വിടുമെന്നാണ്. പക്ഷെ നടന്നില്ല. കാരണം വേറൊന്നുമില്ല, ഇവിടെ വേറെ 2-3 പേരുണ്ട്. അവരെ കാണുമ്പോൾ ഇമ്പ്രൂ അലമ്പാവും. അതുകൊണ്ടാണ് ഇവരെ ഫ്രീ ആയിട്ട് ഇവിടെ അഴിച്ചു വിടാത്തത്. അവരെയും കാണിച്ചു തരാം. അങ്ങനെ ഫൈനലിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റി. ഇത് പഴയ അടുക്കളയാണ്, ഇതിനകത്തോട്ട് മാറ്റി. കാരണം വേറൊന്നുമല്ല, കൂടിയിരിക്കുന്നിടത്തൊക്കെ അരയറ്റം വെള്ളമാണ്. അതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങോട്ട് കയറ്റി. ഈ ഒരു ബാച്ച് മാത്രമല്ല കേട്ടോ, ഇതിനകത്തും കുറച്ച് പേരുണ്ട്. അവരെ കൂടി കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഹലോ, ഇതിനകത്തും കുറച്ച് പേരുണ്ട്. അവരെ ഈ കൂട്ടത്തിൽ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ 4 പേരും കൂടി അവരെ കൊത്തി അലക്കി വിടും. അത് കാരണമാണ് അവരെ ഇങ്ങനെ ഗ്രില്ലിനകത്താക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല രീതിക്ക് വെള്ളം കയറുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പാലായിലും പൂഞ്ഞാറിലുമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള വെള്ളമാണ്. അല്ലാതെ ഇവിടെ മഴ പെയ്തുകൊണ്ടൊന്നുമല്ല. ഇനിയിപ്പോൾ ഈ വെള്ളം കുറയണമെങ്കിൽ വേമ്പനാട്ടുകായൽ ഈ വെള്ളം മുഴുവൻ എടുക്കണം. എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഇവിടെ വെള്ളം കുറയത്തുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഇവിടെ എല്ലാം വെള്ളപ്പൊക്കമായിരിക്കും. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2018 ശേഷം സ്ഥിരമുള്ളൊരു കാഴ്ചയാണ്. പണ്ടൊക്കെ വർഷത്തിൽ ഒരു തവണ വരുന്ന വെള്ളപ്പൊക്കം ഇപ്പം വർഷത്തിൽ 5-6 പ്രാവശ്യമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ വെള്ളം എന്നിറങ്ങുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് കാരണം വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ കൃത്യമായിട്ട് വെള്ളം എടുത്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കുറയത്തുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഇവിടെ നല്ല വെള്ളപ്പൊക്കമായിരിക്കും. ഇത്തവണത്തെ ഓണവും വെള്ളത്തിലാവാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മുങ്ങി